ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഗ്യാങ് ഗൈസ്, നമ്മളെ QR ഗ്യാങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് ഗൈസ്. ഇന്നലെ രാത്രി, അതായത് ഒരു 12 മണി അടുപ്പിച്ചായിട്ടുണ്ടാവും, ഞാനൊരു യൂട്യൂബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ റിലീസിങ് ഗൈസ്, നമ്മളെ ഒഡീഷൻ്റെ ഡേറ്റ് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഗൈസ്. സംഭവം വേറെ ഒന്നല്ല, ചെറിയൊരു സാങ്കേതിക പ്രശ്നം. അതായത് സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ലിസ്റ്റിൽ ഇപ്പോൾ ഒരാളെ ആയില്ലോ, ഇനിയും 5 പേരെ ആയാലേ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു പ്ലേസ് വേണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു എന്താ പറയുക, സ്ഥലം നോക്കുന്നുണ്ട് ഗൈസ്. നല്ലൊരു പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഓഡീഷൻ ഉണ്ടാവുക ഗൈസ്. പിന്നെ എന്താ വെച്ചാൽ ഗൈസ്, ഇതെല്ലാം മെയിൻ കാരണം ഓഡീഷൻ മാറ്റി വെക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഓഡീഷൻ ഞാൻ തീരുമാനിച്ചത് ഒക്ടോബർ, ഇന്ന് എത്രയായിരുന്നു, ഇന്ന് 16 അല്ല, ഇന്ന് 17 ഇന്ന് 16 ഗൈസ്. ഓഡീഷൻ ശരിക്കും വെച്ചത് ദീപാവലി കഴിഞ്ഞിട്ട് ആ ആഴ്ചയിൽ, അതായത് അടുത്ത ആഴ്ചയായിരുന്നു ഉറപ്പ്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആഴ്ച, പക്ഷേ ദീപാവലി കഴിഞ്ഞിട്ടായിരുന്നു ഓഡീഷൻ പ്ലാൻ ചെയ്തത്. പക്ഷെ മാറ്റി വെച്ചു. നവംബർ 2nd വീക്കായിട്ടായിരിക്കും ഗൈസ് നമ്മൾ ഓഡീഷൻ പോകുക. അതിനുള്ളിൽ ഫസ്റ്റ് ലിസ്റ്റിൽ 5 പേരായാലും ഓഡീഷൻ നടക്കൂ, അത് വേറെ കാര്യം. ഫസ്റ്റ് ലിസ്റ്റിൽ 5 പേരായിട്ടില്ലെങ്കിൽ ഓഡീഷൻ നടക്കില്ല, അത് വേറെ കാര്യം ഗൈസ്. പിന്നെ നമ്മളെ QR ഗ്യാങ് 2 മാസം മുമ്പേ നമ്മൾ രൂപീകരിച്ചതാണ് ഗൈസ്. ഞാനും വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അവരൊന്നും മെമ്പറായിട്ടില്ല ഗ്യാങ്ങിൽ ഗൈസ്. പിന്നെ ഗൈസ്, ഞാനിത് ഇന്നലെ ഞാൻ തോന്നിട്ട് ലൈവ് ചെയ്തിന് നമ്മളെ QR ഗ്യാങ് ബിഗ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അന്നേരം ആ ലൈവിൽ ഞാൻ എല്ലാം പറഞ്ഞു ഗൈസ്. ആ ലൈവിൽ 150ഓളം വ്യൂസ് ഉണ്ടായിരുന്നു. 150 ആൾക്കാർ അറിഞ്ഞിരുന്നല്ലോ QR ഗ്യാങ്ങിനെ കുറിച്ച്. ഞാൻ എന്തെല്ലാം അതിനകത്ത് കുറേ പറഞ്ഞായിരുന്നു ഗൈസ്. കണ്ണൂരിൽ നിന്ന് 3 പേരാണ് എടുക്കുന്നത്, അങ്ങനെ പറഞ്ഞായിരുന്നു. കുറേ പേരാക്കി ഇന്നലെ മെസ്സേജ്. ആ 150 പേരുണ്ടായില്ലേ ഇന്നലെ ഇത് ലൈവ് ഉണ്ടായി. ഇന്നലെയല്ല, മിനിഞ്ഞാന്നത്തെ ലൈവ് ഉണ്ടായവർ. അവരെല്ലാവരും ഞങ്ങൾക്ക് ഇന്നലെ നൈറ്റ് ആകുമ്പോൾ എല്ലാം മെസ്സേജെല്ലാം. ഞാൻ കുറേ 2-3 പേർക്ക് റിപ്ലൈ കൊടുത്തിന്, ബാക്കിയുള്ളവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ലേറ്റ് ആയി. ഇന്നലെ 11 മണി അടുപ്പിച്ചാൽ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കയറി. പറ്റുന്ന മാതിരി എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചിലവർ ഇങ്ങനെ ഗ്യാങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മെസ്സേജ്. കുറച്ച് പേര് ചേരണം എന്ന് പറഞ്ഞിട്ട്. ചേരണമെന്ന് പറഞ്ഞവരെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ചേർപ്പിക്കാൻ, സമ്മതപത്രം ഇല്ലാണ്ട് ചേർപ്പിക്കാൻ കഴിയില്ല. ഫസ്റ്റ് ലിസ്റ്റിലെങ്കിലും കയറ്റണമെങ്കിൽ ഇത് വേണം, സമ്മതപത്രം വേണം, രക്ഷിതാക്കളുടെ സമ്മതപത്രം. അന്നേരം അതില്ലാതെ ആവില്ല. ഒരാൾ അത് കാണിച്ച് ഒരാൾ സെറ്റായിട്ടുണ്ട്. അന്നേരം ഒരാളെ ഫസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ലിസ്റ്റിൽ 5 പേരും കൂടി ആയിട്ടാകുമ്പോൾ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യും. അതെന്തായാലും നവംബർ 1st വീക്കോ 2nd വീക്കോ ആയിട്ട് ഓഡീഷൻ വെക്കും ഗൈസ്. പിന്നെ ചേരാൻ താല്പര്യമുള്ളവർ എങ്ങനെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഗൈസ്. എന്തായാലും റിപ്ലൈ ഞാൻ തരും ഉറപ്പ് ഗൈസ്. എന്തായാലും ഫസ്റ്റ് ലിസ്റ്റിൽ 5 പേരെ ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അന്നേരം ഒരു ഒക്ടോബർ ലാസ്റ്റിനുള്ളിൽ തന്നെ ആയിട്ടുണ്ടെങ്കിൽ നവംബർ 1st വീക്ക് തന്നെ ഓഡീഷൻ ഉണ്ടാവും. ഓഡീഷൻ്റെ പ്ലേസ് ഞാൻ അന്നേരം അറിയിക്കും ഗൈസ്. ഇതിനൊരു ലൈവിൽ വന്നിട്ട് ഞാൻ അറിയിക്കും ഉറപ്പ് ഗൈസ്. ഇത് പറയാനായിരുന്നു ഗൈസ് ഞാൻ വീഡിയോ ഇട്ട ഗൈസ്. പിന്നെ പോസ്റ്റിൻ്റെ അടിയിൽ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ സൂണെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തത്. എനിവേ QR ഗ്യാങ്ങിലേക്ക് ചേരാനുള്ളവരെല്ലാവരും മെസ്സേജ് അയക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ഗൈസ്. നമ്മളെ ഫുഡ് റിവ്യൂ കാണാത്തവരാണ് കാണുക. KFC ട്രെയിൻ KFC സിംഗർ ബർഗർ കാണാത്തവർ കാണാം. ബൈ.